നമസ്കാരം, ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിലനിൽപ്പിൻ്റെ പോരാട്ടം വിജയിച്ചു കയറി ബ്രസീൽ. 1-നെതിരെ 4 ഗോളുകൾക്കാണ് ബ്രസീൽ പരാഗ്വയെ പരാജയപ്പെടുത്തിയത്. കോപ്പ അമേരിക്കയിൽ നിന്ന് ഗ്രൂപ്പ് ഡിയിൽ നടന്ന മത്സരം ബ്രസീലിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയായിരുന്നു. ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയുമായി സമനിലയിൽ പിരിഞ്ഞ ബ്രസീലിനെതിരെ ആരാധകർ തന്നെ തിരിഞ്ഞിരുന്നു. ഈ കളിയിൽ ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകൾ നേടി. ശേഷിക്കുന്ന 2 ഗോളുകൾ സാവിഞ്ഞോയും ലൂക്കാസ് പക്കറ്റോയും ചേർന്നാണ് നേടിയത്. പരാഗ്വയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് ഒമർ അൾഡ്രേറ്റയായിരുന്നു. മത്സരത്തിൽ പരാഗ്വയുടെ ദുർബലമായ ഡിഫൻസും അവരുടെ പരാജയത്തിന് ഒരു കാരണമാണ്. ഒരു തവണ ആ പൂട്ട് പൊളിച്ചതിന് ശേഷം പിന്നീട് കാര്യങ്ങളെല്ലാം ബ്രസീലിന് ഈസിയായിരുന്നു. രണ്ടാം പകുതിയിൽ ആദ്യ ഗോൾ നേടിയതിനു ശേഷം അവർ കൂടുതൽ ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഒന്നുപോലും ഗോളാക്കാൻ സാധിച്ചില്ല. പിന്നീട് 81-ാം മിനിറ്റിൽ പരാഗ്വേ താരം ആൻഡ്രസ് ക്യൂബ്സ് റെഡ് കാർഡ് കിട്ടി പുറത്തായിരുന്നു. ഇതോടുകൂടി ഗ്രൂപ്പ് ഡിയിൽ ഒരു സമനിലയടക്കം ബ്രസീലിന് 4 പോയിൻ്റാണുള്ളത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ബ്രസീൽ മത്സരത്തിൻ്റെ 35-ാം മിനിറ്റിലാണ് വിനീഷ്യസ് ജൂനിയറിലൂടെ ആദ്യ ഗോൾ നേടുന്നത്. ബോക്സിന് പുറത്തു നിന്ന് അദ്ദേഹം തന്നെ നടത്തിയ ഒരു നീക്കം ഗോളാക്കുകയായിരുന്നു. ലൂക്കാസ് പക്കറ്റോയായിരുന്നു അസിസ്റ്റ് നേടിയത്. 43-ാം മിനിറ്റിലാണ് സാവിഞ്ഞോയുടെ ഗോൾ വരുന്നത്. പിന്നീട് ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ട് മുമ്പ് വിനി തൻ്റെ 2ാം ഗോൾ നേടി. രണ്ടാം പകുതിയിൽ 65-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ ലൂക്കാസ് പക്കറ്റ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അതിനു മുമ്പ് 30-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി പക്കറ്റ പാഴാക്കുകയും ചെയ്തിരുന്നു. മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ, സാവിഞ്ഞോ, ലൂക്കാസ് പക്കറ്റ എന്നിവർ ചേർന്നായിരുന്നു. അതേസമയം ഗ്രൂപ്പ് ഡിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ കൊളംബിയ കോസ്റ്റാറിക്കയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മത്സരത്തിൽ കൊളംബിയയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ലൂയിസ് ഡയസ്, കൊർഡോബ, ജെയിംസ് റോഡ്രിഗസ് എന്നിവർ ചേർന്നായിരുന്നു. 2 മത്സരങ്ങളും വിജയിച്ച അവർ 6 പോയിൻ്റോടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. ബ്രസീലാണ് 2-ാം സ്ഥാനത്തുള്ളത്. കോസ്റ്റാറിക്ക, പരാഗ്വേ എന്നിവർ 3ഉം 4ഉം സ്ഥാനങ്ങളിൽ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ ഗ്രൂപ്പിലെ അവസാന മത്സരം കളിക്കാൻ നാളെ ഇറങ്ങുന്നു. പെറുവാണ് അവരുടെ എതിരാളികൾ. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച അർജന്റീന ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കിയിരുന്നു. പരിക്കേറ്റ നായകൻ മെസ്സി ഇല്ലാതെയാണ് അവർ കളിക്കാനിറങ്ങുന്നത്. ഈ ഗ്രൂപ്പിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ കാനഡ ചിലിയെ നേരിടും. ഇതോടുകൂടി ഗ്രൂപ്പ് എയിലെ എല്ലാ മത്സരങ്ങളും പൂർത്തിയാകും. ഇനി കോപ്പ വിട്ട് യൂറോ കപ്പിലേക്ക് വരികയാണെങ്കിൽ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇന്നു മുതലാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. രാത്രി 9:30-നാണ് മത്സരം. രാത്രി 12:30-ന് ജർമ്മനിയും ഡെൻമാർക്കുമായി ഏറ്റുമുട്ടും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.